ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മൂഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പുതിയ വിശേഷം കേട്ടാലോ, നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിൽ ഒരു ചെറിയൊരു പ്രൊമോയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ ആരും മറന്നുപോലെ കേട്ടോ. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കണം. അതുപോലെ നമ്മുടെ 2 ചാനലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. സുമി മൂഫാസ് മൻസിലും സുമി മൂഫാസ് ടേസ്റ്റി കിച്ചനും. ടേസ്റ്റിയിൽ ഞാൻ ഇടുന്നത് നമ്മുടെ മഴതോരും മുൻപെയാണ്, മൺസിൽ ഇടുന്നത് കാറ്റത്തെ കിളിക്കൂട്. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. അപ്കമ്മിങ് വീഡിയോസ് ഇടുന്നുണ്ട് സീരിയലിൻ്റെ കേട്ടോ. അപ്പോൾ ഈ 2 സീരിയലിൻ്റെയും ഒരു സപ്പോർട്ട് നിങ്ങളെല്ലാവരും തരണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് വരാനിരിക്കുന്നത് ഇച്ചിരി സങ്കടമൊക്കെ ഉള്ള സീനാണ്. നമ്മുടെ സുനന്ദയുടെ വിവാഹ നിശ്ചയമാണ്. അപ്പോൾ നിശ്ചയ ദിവസം തന്നെ ഇവരൊക്കെ കേൾക്കാൻ സുഭാഷിൻ്റെ വീട്ടിലോട്ടൊക്കെ ഹൈ വോളിയത്തിലാണ് പാട്ടൊക്കെ വെച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ സുനന്ദയുടെ അമ്മയുടെയും അമ്മാവൻ്റെയൊക്കെ പണിയായിരിക്കും. അപ്പോൾ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഹൈ റേഞ്ച് വോളിയത്തിലാണ് പാട്ടുകൾ വെച്ചിരിക്കുന്നത് കേട്ടോ. സുഭാഷിനൊക്കെ ഇത് കേട്ടിട്ട് എന്തോ പോലെയാണ്, മനസ്സിനൊരു പ്രയാസം. എത്രയാണെങ്കിലും താൻ സ്നേഹിച്ചൊരു പെൺകുട്ടിയല്ല, അവളുടെ ഒരു വിവാഹ നിശ്ചയം എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വേദന ആ മനുഷ്യൻ്റെ ഉള്ളിൽ വരെയാണ് കേട്ടോ. പാവം, വളരെ സങ്കടപ്പെട്ട് പുള്ളി അല്ലെങ്കിൽ തന്നെ 1-2 ദിവസമായിട്ട് ആകെ റിലേ പോയ കണക്കുള്ളൊരു ഇതാണ് കേട്ടോ. ഒന്നിനോടും ഒരു താല്പര്യമില്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ സുധീഷും നിതീഷും അതുപോലെ ഹരീഷും നിധിയൊക്കെ പറയുന്നുണ്ട്, ഇത് എന്ത് വോളിയത്തിലാണ് പാട്ട് വെച്ചിരിക്കണേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എൻ്റെ കല്യാണം ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടിക്കും ഇതുപോലെ നിങ്ങളും അങ്ങോട്ട് പാട്ട് വെച്ചില്ല, അതിൻ്റെ കലിപ്പ് തീർക്കണമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും വോളിയത്തിനൊന്നും പാട്ടൊന്നും വെച്ചില്ല എന്ന് നിതീഷും ഹരീഷും പറഞ്ഞു കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, സുഭാഷിയേട്ട എവിടെയാണോ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി പോയി നോക്കുമ്പം അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ, ഒരു വീടിൻ്റെ ഒരു മൂലയ്ക്ക് സങ്കടപ്പെട്ട്. സുഭാഷിൻ്റെ മനസ്സിലാണെങ്കിൽ നിധിയോടുള്ള നിധി വന്നതും ലാസ്റ്റായിട്ട് സുഭാഷിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നില്ലേ, സുഭാഷ് ഏട്ടാ നാളെ എന്നെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അച്ഛൻ ഈ ബന്ധം മിക്കവാറും ഉറപ്പിക്കും, എനിക്ക് സുഭാഷ് ഏട്ടനല്ലാണ്ട് മറ്റാരെയും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല സുഭാഷ് ഏട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഒരു പിടുത്തം വിട്ട ഒരു കേസാണ്, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. സുഭാഷ് സുനന്ദയെ കണ്ട ഓരോ മൊമെൻറ്റും അതുപോലെ തന്നെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തിട്ട് കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകുകയാണ് കേട്ടോ സുഭാഷിൻ്റെ. എന്ത് ചെയ്യണം എന്ത് പറയണം എന്നൊന്നും അറിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം കൈവിട്ട് പോണ ഒരു മട്ടിലാണ്. അപ്പോൾ ആ സമയം നമ്മുടെ നിധി പറയുന്നുണ്ട്, എന്തിനാ സുഭാഷ് ഏട്ടാ വിഷമിക്കണത്, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തല്ലോ. ഇല്ല മോളെ, എനിക്ക് വിഷമമൊന്നുമില്ല, അവൾക്ക് നല്ലത് വരണം എന്ന് മാത്രമേ എനിക്കുള്ളൂ, അവൾക്ക് നല്ലൊരു ജീവിതം സന്തോഷമായിട്ട് എവിടെയാണെങ്കിലും അവൾ കഴിഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്ന കിട്ടിയില്ല എന്ന് പറഞ്ഞൊന്നും ഞാൻ അങ്ങനെ സങ്കടപ്പെടുകയൊന്നുമില്ല മോളെ, നിങ്ങളാരും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് ആര്, നമ്മുടെ സുഭാഷ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ സുധീഷും നിതീഷും കൂടെ സുഭാഷിൻ്റെ അടുത്ത് വരെയാണ്, വന്നിട്ട് പറയണ ഏട്ടാ സങ്കടപ്പെടുകയൊന്നും വേണ്ട, എനിക്ക് സങ്കടമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. അതിൻ്റെ സുഭാഷ് പറയുന്നുണ്ട്, അതെ എനിക്ക് ഇന്ന് പുറത്തോട്ടൊന്ന് പോകണം. അപ്പോൾ സുധീഷ് ചോദിക്കും, എങ്ങോട്ടാ, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് പണിയൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു അർജൻറ്റ് വർക്ക് ഉണ്ടടാ, അപ്പോൾ അതൊന്ന് തീർത്തു കൊടുക്കണം, ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പുള്ളി റെഡിയാവാനായിട്ട് സുഭാഷ് പോവുകയാണ്. അപ്പോൾ ഈ സമയം ഇവർ 3 പേരും കൂടെ നിധിയും നിതീഷും കൂടെ ഇങ്ങനെ അതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് സുഭാഷിൻ്റെ ഫോണ് റിങ് ചെയ്യണം, മൊബൈൽ. അപ്പോൾ റിങ് ചെയ്യുമ്പോൾ നമ്മുടെ സുധീഷ് ചെന്നെടുക്കുമ്പം ആ സുഭാഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബായിയാണ്. ആ സുഭാഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ അപ്പോൾ സുധീഷ് പറയും, ഞാൻ സുധീഷാണ്, എന്താ ബായി എന്ന് ചോദിക്കുമ്പോൾ, അല്ല സുഭാഷ് ഏട്ടൻ എന്തേ, ഒരു കാര്യം പറയാനാണ്. സുഭാഷ് ഏട്ടൻ ഉണ്ട്, ഇന്ന് നിങ്ങൾക്ക് വർക്ക് വല്ലതും ഉണ്ടോ എന്ന് സുധീഷ് ചോദിക്കും. ഇല്ല സുധീഷ് ഇന്നില്ല, വർക്കൊന്നും വെച്ചിട്ടില്ല, ഇത് വേറൊരു കാര്യം പറയാനെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, ഏട്ടൻ വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് നിധിയുടെ അടുത്ത് പറയും, ഇന്ന് പണിയൊന്നുമില്ല, ആൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, എവിടെയെങ്കിലും പോയിരുന്ന് സങ്കടപ്പെടാനായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് പോകാൻ റെഡിയായിട്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സുധീഷ് പറയും, ഇന്ന് സൺഡേ ആയിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ നിതീഷ് പറയും, ഏട്ടൻ അങ്ങനെ മാറിയിരിക്കണമെങ്കിൽ പോകണമെങ്കിൽ ബാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പുറത്ത് പോകാൻ, വല്ല സിനിമയ്ക്കോ വല്ല എവിടെയെങ്കിലും പോയി നമുക്ക് ഇച്ചിരി നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് ഇങ്ങനെ പറയും. അതൊന്നും വേണ്ട. അപ്പം നിധിയൊക്കെ ചേർന്ന് ഇവരെല്ലാവരും കൂടെ ചേർന്ന് സുഭാഷിനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ടോ, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം കൈവിട്ട് പോണ ഒരു മട്ടാണ് കേട്ടോ. അപ്പോൾ ആ സാഹചര്യത്തിൽ സുഭാഷിനെ എല്ലാവരും കൂടെ ചേർന്നൊക്കെ ഒരു
ആ വിഷമം അധികം വരാത്ത രീതിയിൽ അവരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആ സമയം നമ്മുടെ ഭാസ്കരനും വരെയാണ് കേട്ടോ. അപ്പോൾ ഭാസ്കരൻ വരുമ്പോഴത്തേക്ക് ഒരു കവർ കൊണ്ടുവന്ന് സുഭാഷിൻ്റെ കൈ കൊടുത്തിട്ട് പറയുന്നത് അടിപൊളി ചിക്കനാണ്, നല്ലൊരു ബിരിയാണി ഉണ്ടാക്കടാ മോനെ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സുധീഷ് പറയും അച്ഛൻ ഇതെന്ത് കാണിച്ചിട്ടാണ്, സുഭാഷ് ചേട്ടനാണെങ്കിൽ ആകെ മൈൻഡ് തന്നെ ഇവിടെ വല്ലവരും ചത്തോ എന്ന് പറഞ്ഞ് ഭാസ്കരൻ സുധീഷിനിട്ട് വഴക്ക് കൊടുക്കും. എടാ മോനെ നീ പോയി നല്ല അടിപൊളി ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം സുഭാഷ് ആ ചിക്കൻ മേടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അച്ഛനെ കുറ്റം പറയുകയാണ്. ഭാസ്കരൻ എന്നിട്ട് പോയി ഉമ്മറത്തിരിക്കുകയാണേ. ആ സമയത്ത് നിധി പറയും അതെ അച്ഛൻ അങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് കാണാഞ്ഞിട്ടല്ല പോയി ചിക്കൻ മേടിച്ചുകൊണ്ട് വന്ന, അവൻ്റെ ആ വിഷമമൊക്കെ ഒന്ന് മാറി ആ ഉള്ളിൽ ആ ഒരു ഇത് വരട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മനസ്സൊന്ന് മാറി ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയിട്ട് വാങ്ങിക്കൊടുത്തതാണ് എന്ന് പറയും. അങ്ങനെ അവസാനം നിധി പറയും അതെ ഇന്നിപ്പോൾ എന്തായാലും സുഭാഷ് ഏട്ടൻ കിച്ചണിൽ കയറണ്ട, ഇന്ന് ഞാനും നിതീഷും ഹരീഷും ഒക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ നിധി ചോദിക്കും അതോ വേണോ, അത് വേണോ ഏട്ടത്തിന്ന് ചോദിക്കും. അപ്പോൾ നിധി പറയാം ആ എന്നാടാ എടാ യൂട്യൂബിൽ എന്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും, നീ ഇങ്ങോട്ട് വന്നേ നമുക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്ന പറഞ്ഞ് നിധി കിച്ചണിൽ പോവുകയാണ്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും വേണ്ട മോളെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം നിധി പറയും വേണ്ട ഏട്ടാ ഇന്ന് എന്തായാലും സുഭാഷ് ഏട്ടന് ഞങ്ങൾ റെസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് നിധി കിച്ചണിൽ പോവുകയാണ്. അങ്ങനെ നിതീഷും ഒക്കെ ചേർന്നിട്ട് അവിടെ കിച്ചണിലെ ഓരോ ഐറ്റമൊക്കെ എല്ലാം എടുത്ത് വെക്കുകയാണ്, ബിരിയാണിക്ക് എന്തൊക്കെ വേണം. ആ സമയം ഹരീഷ് ഫ്രണ്ടിൽ ചെന്ന് നോക്കും, ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ഭാസ്കരൻ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം ഭാസ്കരൻ രണ്ട് ഇതൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, ആ ഒരു മൈൻഡൊക്കെ ഓക്കെ ആവും. അപ്പോൾ ഭാസ്കരൻ പറയും ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയടാ, അപ്പോൾ രാവിലത്തെ പുട്ടൊക്കെ ഒന്ന് ദഹിക്കട്ടെ എന്ന് കരുതി രണ്ടടിക്കണേ. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരീഷ് അകത്തോട്ട് കയറി വരികയാണ്. അങ്ങനെ ഹരീഷും കൂടെ ചെന്നിട്ട് കിച്ചണിൽ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ നിതീഷ് പറയും എന്നാൽ നമുക്ക് സവോള കട്ട് ചെയ്യാൻ ഹരീഷ് ചേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹരീഷിന് സവോളയൊക്കെ കൊടുക്കണം. ഹരീഷ് ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നിതീഷ് ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് ഇത് മതിയോ ഏട്ടത്തി എന്നൊക്കെ ചോദിക്കും. അപ്പം നിധി പറയുന്നുണ്ട് ഒരു വാഷും കൂടെ ചെയ്തോ എത്ര എണ്ണം ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിധി മസാലയും കാര്യങ്ങളും എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നിതീഷ് അരി കഴുകി കൊടുക്കുകയാണ് ബിരിയാണിക്കുള്ള. അപ്പം പാത്രം നോക്കണം, ഏത് പാത്രത്തിൽ വെക്കും എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കണം, വലിയ പാത്രം വേണ്ടേ. ഒടുവിൽ എല്ലാം റെഡിയാക്കി ഗ്യാസ് കത്തിക്കാനായിട്ട് നിധി നോക്കുമ്പോൾ ഗ്യാസ് കത്തുന്നില്ല. അപ്പോൾ ഹരീഷ് കുറ്റിയെടുത്ത് നോക്കുമ്പോൾ സിലിണ്ടർ കാലിയാണ്, വെയിറ്റ് ഇല്ല. അപ്പോൾ പറയും അയ്യോ ഏട്ടത്തി ഗ്യാസ് തീർന്നല്ലോ, അല്ല എക്സ്ട്രാ കുറ്റി ഇവിടെ ഉണ്ടാവില്ലെന്ന് നിധി ചോദിക്കുകയാണ്. അത് എക്സ്ട്രാ കുറ്റി വേണ്ടാണല്ലോ, അപ്പോൾ അതില്ല. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് കിച്ചണിലോട്ട് വരികയാണ്. അപ്പോഴാണ് സുഭാഷ് പറയണത് അയ്യോ ഇന്നലെ തീർന്നതാണ് ഗ്യാസ്, ഞാൻ അത് വിളിച്ചു പറയാനും മറന്നുപോയി, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് സുഭാഷ് പറയാം നിങ്ങളെല്ലാവരും പോകോ, ഞാൻ വെളിയിലിട്ട് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി തരാം. അപ്പം നിധി പറയും അത് വേണ്ട, ഞങ്ങൾ എന്തായാലും ഇന്ന് കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ച് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചതാണ്, അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ പോക്കോ ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞ് വെളിയിൽ ഒരു ബെഞ്ചൊക്കെ പിടിച്ചിട്ട് നിധിയും കൂടെ കട്ടിങ് തുടങ്ങും. ആ സമയം ഒരു ചെമ്പൊക്കെ വെച്ചിട്ട് ഹരീഷ് വെള്ളം തിളപ്പിക്കാനും പരിപാടികളും കുറച്ച് വിറകൊക്കെ ഹരീഷ് പോയി സംഘടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സുഭാഷിൻ്റെ സങ്കടം കണ്ടപ്പോൾ നമ്മുടെ സുധീഷ് ഒരു പ്ലാൻ ചെയ്യണം. അതായത് ഈ സുനന്ദയെ കല്യാണം കഴിക്കാൻ പോണ, അതായത് എൻഗേജ്മെൻറ്റിന് വരുന്നുണ്ടല്ലോ പയ്യൻ, അവരുടെ ഒരു ഫോട്ടോ എങ്ങനെയെങ്കിലും പോയി എടുക്കണമെന്ന്. അപ്പം നിധി പറയുന്നുണ്ട് വെറുതെ പോയി തല്ലി മേടിക്കാൻ നിൽക്കണ്ട. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാൻ ട്രിക്ക്, പിന്നെ നിധിക്ക് എനിക്ക് കിട്ടുന്നതിൽ വിഷമമുണ്ടോ. അപ്പോൾ അവൾ പറയും, അപ്പോൾ നിധി പറയും പിന്നെ എനിക്കെന്ത് വിഷമം, ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ പോയി തല്ലുകൊള്ള എന്തുവാണോ ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഹരിയും നിതീഷും കൂടെ ഇരുന്ന് ചിരിക്കും കേട്ടോ. അപ്പോൾ സുധീഷ് അതൊന്നും ഭാവിക്കല്ല. സുധീഷ് എന്ത് ചെയ്യും, ഒരു പ്രത്യേക രീതിയിലൊക്കെ എങ്ങനെയൊക്കെയോ മാസ്കൊക്കെ ഇട്ട് മറച്ച് അവിടെ ചെന്ന് വീഡിയോക്കാരന്മാരുടെ ഇടയിലൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ മൊബൈലിലൊരു ഫോട്ടോ സുനന്ദയുടെയും ആ പുതിയ സുനന്ദയുടെ ഹസ്ബൻഡിൻ്റെയും ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് വിളിക്കുമ്പോൾ ഇവർ പറയും ഞങ്ങൾ പുറകിലാ സുധീഷ് ചേട്ടാ ഇങ്ങോട്ട് വാ. സുധീഷ് വരുമ്പോൾ അടിപൊളി ബിരിയാണിയുടെയൊക്കെ തയ്യാറെടുപ്പാണ്. അപ്പോഴേക്കും ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുത്തു എന്ന് ചോദിക്കും. സുധീഷ് ഒരു കാര്യത്തിന് ഇറങ്ങിയാലേ അതൊക്കെ എപ്പോൾ ചെയ്തു എന്ന് ചോദിച്ചാൽ അപ്പോൾ സുധീഷിനെ കുറിച്ച് അങ്ങോട്ട് നിധിയുടെ മുമ്പിൽ പൊക്കി വിടുന്നുണ്ട്. അല്ലെങ്കിൽ സുധീഷ് ചേട്ടാ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സുധീഷ് ചേട്ടാ അതെങ്ങനെയാണെങ്കിലും നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയുടെ മുമ്പിൽ സുധീഷിനെ ഒന്ന് പൊക്കി വിടുന്നുണ്ട്. എവിടെ ഫോട്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് സുധീഷ് അവരെയൊക്കെ കാണിക്കാനായിട്ടോ. അപ്പം നിതീഷ് കണ്ടിട്ട് പറയും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സുഭാഷ് ചേട്ടൻ്റെ അത്ര പറ്റണില്ല, ഒരു ആവറേജ് അത്രയേ ഉള്ളൂ. അപ്പം നിധിയും പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഹരീഷും കാണാണ് കുഴപ്പമില്ല എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇവരിങ്ങനെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം നമ്മുടെ സുഭാഷ് വരെയാണ് കേട്ടോ.
അപ്പോൾ സുഭാഷിൻ്റെ വന്നിട്ട് ചോദിക്കും എന്താടാ ഇവിടെ പരിപാടി? ആഹാ ഇവിടെ അടുപ്പൊക്കെ കത്തിച്ച് എല്ലാം സെറ്റാക്കിയോ? ആയിക്കോട്ടെ ഞാനും കൂടെ കൂടാമെന്ന് പറഞ്ഞിട്ട് സുഭാഷും കൂടെ കൂടെയാണ്. അപ്പോഴേക്കും സുധീഷ് പറയും അതെ ഞാൻ സുനന്ദയുടെ വീട്ടിൽ പോയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ചേട്ടൻ്റെ കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കണ്ടടാ, നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഫോട്ടോ നോക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സുഭാഷിനെ കാണിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടെ നല്ലൊരു പയ്യനെ നോക്കാമായിരുന്നു സുനന്ദയ്ക്കെന്ന് സുഭാഷ് പറയണം കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് സുധീഷ് പറയണം ആയിക്കോട്ടെ എന്നൊക്കെ പറയണ്ട. അങ്ങനെ അവരെല്ലാവരും ഫോട്ടോയൊക്കെ കാണും. കണ്ടു കഴിഞ്ഞിട്ട് സുഭാഷ് പറയും ഇനി നിങ്ങളെല്ലാവരും പൊക്കോ, ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാവരും വന്നു അടിപൊളി ബിരിയാണി റെഡിയാക്കി തരാമെന്ന് പറയും. അങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് സുഭാഷ് നല്ല അടിപൊളി സൂപ്പറായിട്ട് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ അവിടെ തയ്യാറാക്കുകയാണ്. ഈ സമയം ഭാസ്കരെ ഇവർ സംസാരിക്കണയൊക്കെ ആ ഉമ്മറത്തിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ 4 പേരും കൂടെ അകത്ത് വരും. ആരൊക്കെ? നിധി, സുധീഷ്, ഹരീഷ്, നിതീഷ്. ഇവർ 4 പേരും കൂടെ വന്നിട്ട് പറയും സുഭാഷ് ചേട്ടന് ഫോട്ടോ കണ്ടിട്ട് ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ നിധി ചോദിക്കും സന്തോഷിക്കണേ എങ്ങനെ? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വേറൊരാളെ കല്യാണം കഴിക്കുമ്പോൾ സന്തോഷമാണോ തോന്നുന്നത്? അതാണ് ആണുങ്ങളുടെ മനസ്സറിയാത്തോണ്ടാ നിധി എന്ന് സുധീഷ് പറയും. പിന്നെ എന്ത് മനസ്സറിയാത്തൻ്റെ? അതൊന്നുമല്ല, കുറച്ചും കൂടെ ഒരു നല്ല പയ്യനായിരുന്നെങ്കിൽ നല്ലതെന്ന് സുഭാഷ് ചേട്ടൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, സുനന്ദയുടെ ഒരു ഇത് വെച്ചിട്ട് നല്ലതാണ്, അവൾക്ക് നല്ലത് ആണ് കിട്ടേണ്ടത് എന്ന ആഗ്രഹത്തിലൊക്കെ പറഞ്ഞതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. സുഭാഷ് ചേട്ടൻ്റെ മനസ്സ് മുഴുവനും സുനന്ദ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭാസ്കരൻ വെളിയിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരന് അപ്പോഴാണ് മനസ്സിലാവണത് ഈ സുഭാഷിന് ശരിക്കും സുനന്ദേനെ ഒരുപാട് ഇഷ്ടമാണ്. ഇവരെ സംസാരത്തിൽ കൂടെയാണ് ഭാസ്കരൻ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ കേട്ട് ഭാസ്കരൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വരാനിരിക്കുന്നത് ഇവർ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളി ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സുധീഷ് പറയുന്നുണ്ട് നഷ്ടപ്പെട്ട് പോകരുത്, നമ്മളത് എങ്ങനെ നേടിയെടുക്കണം, അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പറ്റണേ എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സീനൊക്കെയാണ് ഇനി വരുന്നത്. ഇനിയിപ്പോൾ സുനന്ദയുടെ വിവാഹ നിശ്ചയം എന്ന കഴിഞ്ഞിട്ടൊക്കെ ഇനി അത് എന്തായി തീരുന്നൊന്നും അറിയില്ല. ഇനി അത് മുടങ്ങോ, വീണ്ടും സുഭാഷിന് തന്നെ സ്വന്തമായി വരുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ആ ഒരു നീക്കുപോക്ക് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാ ദിവസവും വരുന്ന എപ്പിസോഡുകളുടെ പ്രൊമോ കൃത്യസമയത്ത് തന്നെ ഇടും. എനിക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം കറണ്ട് ഇല്ലായിരുന്നു, അപ്പോൾ വൈഫൈ എനിക്ക് കണക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇച്ചിരി വൈകിപ്പോയത്. എല്ലാ ദിവസവും 10 മണിക്ക് രാവിലെ തന്നെ അതാത് ദിവസത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ 2 ചാനലും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മഴ തോരും മുൻപേ നമ്മുടെ ടേസ്റ്റി കിച്ചണിൽ, മൺസിൽ, നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.